ദേശീയ പതാകയോടൊപ്പം പലസ്തീൻ പതാക ചേർത്ത് വെച്ച് ഫ്ലക്സ് ഉണ്ടാക്കിയ കേസിൽ 3 പേർ പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് മണലിപ്പറമ്പ് സ്വദേശികളായ 3 യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത്. ഈ വിവാദ ഫ്ലക്സ് അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതേസമയം തലസ്ഥാനത്ത് നിന്നും പലസ്തീൻ പ്രേമത്തിന്റെ, അതിലുപരി ഹമാസ് പ്രേമത്തിന്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട്ടേക്കുള്ള റോഡിലാണ് കരകുളം എന്ന് പറയുന്ന സ്ഥലം. കരകുളത്ത് നിന്ന് ഇടത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ മുല്ലശ്ശേരി എത്തും. മുല്ലശ്ശേരിയിലാണ് ഹമാസ് അനുകൂലികൾ പലസ്തീൻ പതാക ഉയർത്തി ആഘോഷിച്ചിരിക്കുന്നത്. എസ് ശാലിനി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശാലിനി, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ആവേശമാണ് അല്ലെ ഭീകര സംഘടനകളോട്. ഇവർക്കെന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ആഘോഷിക്കുന്നത്. ശാലിനി. പ്രദീപിള്ള, അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ PFI നിരോധിച്ച സമയത്ത് തലസ്ഥാനത്തടക്കം PFIയുടെ പതാകകൾ ഉയർന്ന സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പലയിടങ്ങളിലും ഉള്ളത്. തിരുവനന്തപുരം കരകുളം മുല്ലശ്ശേരിയിലാണ് ഇപ്പോൾ പലസ്തീൻ പതാക ഉയർത്തപ്പെട്ടതായി കാണപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് ഉയർത്തിയിട്ടുള്ളത്. ഇത് റോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പള്ളിയുടെ അടുത്താണ്, മുസ്ലിം പള്ളിയുടെ സമീപത്താണ് ഈ ഒരു പതാകയുള്ളത്. അതായത് പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം സ്നേഹമാണ് ഇസ്ലാം ഭീകരത സംഘടനകളോട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും സൈലന്റായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പതാകകൾ പൊതുനിരത്തുകളിൽ ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഭരണകൂടം കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് സമാനമായ രീതിയിൽ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചൊരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മലപ്പുറത്ത് സമാനമായ രീതിയിൽ പലസ്തീൻ അനുകൂല രീതിയിലും ഒപ്പം തന്നെ ഹമാസ് അനുകൂല രീതിയിലുമുള്ള മൈമുകളും നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെയാണ് തലസ്ഥാനത്ത് ഒരുപക്ഷെ നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിനുമൊക്കെ ഭരണസിരാ കേന്ദ്രത്തിന് അടുത്ത് നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമുള്ള കരകുളത്ത് നിന്നും ഇത്തരത്തിൽ പതാകകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ഇത് നീക്കം ചെയ്യാനോ ബന്ധപ്പെട്ട അധികൃതർ ഇത് മാറ്റാനോ ഒന്നും തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. കാരണം ഹമാസ് അനുകൂലികളെ അല്ലെങ്കിൽ ഹമാസ് ഭീകര സംഘടനയും ഹമാസിനെയും ഒക്കെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തലസ്ഥാനത്തുമുണ്ട് എന്നുള്ളതിന്റെ സൂചന നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പതാകകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിൽ ഏത് തരത്തിലുള്ള നടപടികൾ ഇനി ഉയരുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും പരാതി നൽകി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ളവർ. കാരണം ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ സൈലന്റായും അല്ലെങ്കിൽ അല്ലാതെയും പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ ഇവിടെ നിന്ന് പോകണം. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവിടെ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും നാട്ടുകാരും അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന, ഇസ്ലാം ഭീകര സംഘടനകൾ അടക്കമുള്ളവരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഹമാസ് അനുകൂല രീതിയിൽ ഈ പലസ്തീൻ പതാക ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. ആരാണ്, എപ്പോഴാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ പോലീസ് അന്വേഷണം അടക്കം വേണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നത്. പ്രദീപിള്ള, അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകും. അന്വേഷണം എന്നുള്ള പേരിൽ എന്തെങ്കിലും പ്രഹസനം നടത്തും. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കേസും എടുത്തേക്കാം. പക്ഷേ അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണല്ലോ മനോജ് ഇത്തരം ഈ ഹമാസ് പ്രേമവും ഹമാസിനായി മെഴുകുതിരി കത്തിക്കലും ഒക്കെ നടക്കുന്ന, ഐക്യദാർഢ്യ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. ഈ കശ്മീരിൽ പൊലിഞ്ഞു വീണ ജീവനുകൾക്ക് മുന്നിൽ അവർക്കൊന്നും പറയാനില്ല. പഹൽഗാമിൽ വീണ കണ്ണീരിന് ഇവർക്ക് മെഴുകുതിരി കത്തിക്കുണ്ടായിരുന്നു. ഐക്യദാർഢ്യ പ്രഖ്യാപനം, റാലികളൊക്കെ സംഘടിപ്പിക്കുന്നതും പതാക ഉയർത്തുന്നു. ഇവരൊക്കെയാണ് ഈ പഹൽഗാമിൽ ഭാരതീയരെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഒരു വാക്കുപോലും മിണ്ടാതെ ഇരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും യുവാക്കളെ കൊണ്ട് ഈ പലസ്തീൻ പതാക ഹമാസ് അനുകൂലികളാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം, പ്രകടനങ്ങൾ ചെറിയ കുട്ടികളിൽ പോലും. ഒപ്പം തന്നെ ശാലിനി ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അരുൺ ആലത്തൂർ ചേരുകയാണ് പാലക്കാട് നിന്ന്. അരുൺ, പരാതിയായി വാർത്തയാക്കിയപ്പോൾ ഒരു നടപടിയായി ഫ്ലെക്സ് നീക്കം ചെയ്തു, 3 പേരെ അറസ്റ്റും ചെയ്തു അല്ലേ? ഇത് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? എന്താണ് ഇതിന് പിന്നിൽ? വളരെ സംഘടിതമായ, കണ്ണിന് മുന്നിൽ പലപ്പോഴും വരാത്ത വളരെ വലിയ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ അരുൺ ആലത്തൂർ? നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പാലസ്തീൻ പതാക ബോധപൂർവം തന്നെ പലയിടത്തും ഉയർത്തുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിനിടെ ഈ പാലക്കാട് കോങ്ങാട് തടുക്കുശ്ശേരി എന്ന ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് പാലസ്തീൻ പതാകയോടൊപ്പം ഭാരതത്തിന്റെ പതാക കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ പതാകയെ പൂർണ്ണമായും അപമാനിക്കുന്ന തരത്തിൽ അതിനെ ഫ്ലക്സ് അടിച്ച് അത് ഈ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ അവർ പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന്
പ്രദേശത്തെ BJP നേതൃത്വമാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. ആ പോലീസിന്റെ BJP പ്രവർത്തകർ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ മാത്രമാണ് പിന്നീട് സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് എന്നുള്ളതാണ്. കോങ്ങാട് മണലിപ്പറമ്പ് തടുക്കുശ്ശേരി സ്വദേശികളായ അദ്നാൻ ഷാ എന്ന 22-കാരൻ, ഹാരിസ് എന്ന 27-കാരൻ, അക്ബർ ഖാൻ എന്ന 19 വയസ്സുകാരൻ എന്നിവരെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയ പതാകയെ വികൃതമാക്കുകയും പാലസ്തീൻ പതാകയുമായി ചേർത്ത് ഫ്ലക്സ് നിർമ്മിച്ച് പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും മാത്രമല്ല, അത് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഈ 3 യുവാക്കളും ചേർന്ന് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഫ്ലക്സ് ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പോലീസ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ആക്ട് 1964 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കോങ്ങാട് പോലീസാണ് ഈ 3 യുവാക്കൾക്കെതിരെയും കേസെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിൽ ഇനി എന്ത് നടപടികൾ ഈ കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ട സ്ഥിതി തന്നെയാണുള്ളത്. ശരി അരുൺ, തിരികെ എത്താം. ഈ നടപടി ഫലം കാണുമോ, ഇതിനപ്പുറത്തേക്ക് അന്വേഷണം നീങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.